നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും നമുക്ക് നിരന്തരം നേരിടേണ്ടി വരും. നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത്? നമുക്ക് മാത്രമുള്ളല്ലോ ഈ പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത്? അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ അവനല്ല, അവളല്ലേ, അല്ലെങ്കിൽ അവൾ വന്നതിന് ശേഷം, അല്ലെങ്കിൽ അവൻ വന്നതിന് ശേഷം, അങ്ങനെ മറ്റുള്ളവരെ പഴി പറഞ്ഞ് നമ്മൾ സ്വയം സമാധാനിക്കാറുണ്ട്. പൊതുവെ അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോഴേക്കും എന്തിനാണ് എനിക്ക് ഇങ്ങനൊരു സങ്കടം തന്നത് എന്ന് പറഞ്ഞ് ഈശ്വരനെ വരെ പഴി പറയുന്നവരാണ് മനുഷ്യർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സുഖദുഃഖങ്ങൾക്ക് മിശ്രിതമായൊരു ജീവിതമാണ്. എന്നും സുഖവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ വരില്ല. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. രോഗങ്ങളും ദുരിതങ്ങളും ഇതൊക്കെ നമ്മുടെ കർമ്മഫലമാണ്. അത് നമ്മൾ അനുഭവിച്ചേ തീരൂ. അതുവരെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം. സുഖങ്ങൾക്ക് വേണ്ടി മാത്രം മനുഷ്യനിവിടെ സൃഷ്ടിക്കില്ല. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ ഏറെക്കുറെ ദുഃഖങ്ങളും അതിന് കുറച്ച് സുഖങ്ങളൊക്കെ അനുഭവിച്ചറിയാനുള്ളൊരു ഭാഗ്യമുള്ളൂ. പക്ഷേ മനുഷ്യ ജീവിതത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കും. പക്ഷെ അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും കാലങ്ങൾ ഒരുപാട് കടന്നിട്ടുണ്ടാകും. നമ്മൾ ഈശ്വരനോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്താൻ കഴിയും. കാരണം എന്ന് പറയുകയാണെങ്കിൽ, ചിലരൊക്കെ ഒരു ചിന്ത എന്ന് പറയുകയാണെങ്കിൽ ഈശ്വരൻ എന്തോ കോപിക്കുന്ന ഒരാളാണ്. ഈശ്വരനെ നമ്മൾ പൂജിച്ചു കഴിഞ്ഞാൽ, ആ പൂജ നിർത്തി കഴിഞ്ഞാൽ ഈശ്വരൻ നമ്മളോട് കോപിക്കും എന്നുള്ള കാഴ്ചപ്പാട് കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഈശ്വരൻ ഒരിക്കലും കോപിക്കില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഈശ്വരനെ ആരാധിക്കുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ ഈശ്വരനെ വെച്ച് പൂജിക്കുന്നത്? ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളുടെ 2-3 വാക്കിൽ ഒതുങ്ങിത്തീരുന്ന ഒരു ആളല്ല. പ്രപഞ്ചത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ്. അതിന് ഈശ്വരൻ എന്നല്ലാതെ നമ്മളെ മനസ്സിലാക്കാൻ ഇന്ന് വരെ നമ്മളെ കൊണ്ട് വേറെ ഒരാളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദൈവകോപം എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. ദൈവം ഒരിക്കലും നമ്മളോട് കോപിക്കില്ല. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിക്കുക. കാരണം നമ്മളെ മനസ്സിലാക്കേണ്ടത് ഈശ്വരനാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ച് പല പല പ്രശ്നങ്ങളും വരും ജീവിതത്തിൽ. ആ പ്രശ്നങ്ങളെല്ലാം മനുഷ്യൻ തരണം ചെയ്യേണ്ടി വരും. അപ്പോൾ ആ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വേദനകൾ സഹിച്ചേ പറ്റും. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വേദനകൾ ആവശ്യമാണ്.